നമസ്കാരം. കണ്ണൂർ എടിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം വളരെ വലിയ ഒരു കോളിളക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. നമുക്കറിയാം, CPM-ന്റെ കണ്ണൂരിന്റെ തലമുതിർന്ന നേതാവായിട്ടുള്ള PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ മറ്റ് പല പദവികൾ, വലിയ പദവികൾ പലതും അലങ്കരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കോളിളക്കമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിന് കാരണമുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിന്റെ തൊട്ടു തലേ ദിവസം PP ദിവ്യ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം, ആക്ഷേപ പ്രസംഗം, അവഹേളന പ്രസംഗം, അതിനുശേഷമാണ് നവീൻ ബാബുവിന്റെ മരണം സംഭവിക്കുന്നത്. അത് മാത്രമല്ല, അവഹേളിക്കാനായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ വീഡിയോ എടുത്ത് മുഴുവൻ പ്രചരിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം നവീൻ ബാബുവിന്റെ മരണം സംഭവിക്കുമ്പോൾ, അത് വലിയ കോളിളക്കമാകുമ്പോൾ സ്വാഭാവികമായും പോലീസ് അത് ശരിയാവണ്ണം അന്വേഷിക്കേണ്ടതായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബവും ഒരുപക്ഷെ ആ അന്വേഷണം ശരിയാവണ്ണം അന്വേഷിക്കുമെന്ന് കരുതി കാണും. പക്ഷെ അവർ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു. തങ്ങൾ വരാതെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു. പക്ഷേ അവരെത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും എല്ലാം കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് കാത്തു നിൽക്കാതെ വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ് ചെയ്തത്. അതും ഇനി ഒരു പോസ്റ്റ്മോർട്ടം സാധ്യമാകാത്ത വിധം ചിതയിൽ സംസ്കരിക്കുകയാണ് ചെയ്തത്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നിലവിലുള്ള അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിൽ പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോ നവീൻ ബാബുവിന്റെ കുടുംബം എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നവീൻ ബാബുവിന്റെ മരണം ഈ ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഇനി നടക്കില്ല എന്നും, നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ CBI വരണമെന്നും, അതായത് കേരളത്തിന് പുറത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി വരണമെന്നും കുടുംബം ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനിടയിൽ കുടുംബം കഴിഞ്ഞ ദിവസം മറ്റൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ടെലിഫോണിക് തെളിവുകളെല്ലാം ശേഖരിച്ച് വെക്കണമെന്ന്. അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് ഈ അന്വേഷണ ഏജൻസി വെക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. നമ്മൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് യദു മേയർ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേയർ വാദിയായിട്ടുള്ള യദു പ്രതിയായിട്ടുള്ള ഒരു കേസുമുണ്ട്. അതുപോലെ നേരെ തിരിച്ച് മേയറും MLA-യും അടക്കം 5 പേർ പ്രതികളായിട്ടുള്ള യദു വാദിയായിട്ടുള്ള മറ്റൊരു കേസുമുണ്ട്. ഈ 2 കേസും ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴിൽ 2 വ്യത്യസ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ അതിൽ മേയറും MLA-യും ഒക്കെ വാദിയായിട്ടുള്ള കക്ഷിയായിട്ടുള്ള ആ കേസിൽ സകല തെളിവുകളും, ആ വീഡിയോ തെളിവുകളും എല്ലാം, എന്തൊക്കെ തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ട് കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം യദു വാദിയായിട്ടുള്ള കേസിൽ, യദു കൊടുത്ത കേസിൽ കോടതി തന്നെ കേസെടുക്കാൻ പറഞ്ഞ ആ കേസിൽ മേയറെയും MLA-യും ഒക്കെ ജാമ്യമില്ലാ വകുപ്പിൽപ്പെടുത്തി കേസെടുത്തിരിക്കുന്ന ആ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഒരു വലിയ കാഴ്ചയാണ്. സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് കൊടുക്കുന്ന KSRTC ബസിന്റെ മുന്നിലേക്ക് സീബ്ര ക്രോസിംഗിൽ വാഗണർ കാറിൽ വന്ന MLA-യും അതുപോലെ മേയറും കുടുംബവും വാഹനം കയറ്റി സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ വിലങ്ങിനെ നിർത്തുന്ന ആ ദൃശ്യങ്ങൾ നമുക്കെല്ലാം അറിയാം. പക്ഷെ അത്തരത്തിൽ ലോകം കണ്ട, കേരളത്തിലെ മുഴുവൻ ആൾക്കാരും കണ്ടിട്ടുള്ള ആ ദൃശ്യം പോലും ഇന്ന് കാണാനില്ല. യദുവിന്റെ കേസിൽ അത്തരത്തിലൊരു സംഭവം നടന്നതായി യാതൊരു തെളിവുമില്ല എന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ, ഇവിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ല എന്നൊരു പക്ഷെ സമർത്ഥിക്കാൻ സാധ്യതയുണ്ട് എന്ന കുടുംബത്തിന്റെ തിരിച്ചറിവാണ് ഹൈക്കോടതിയിലേക്കുള്ള അവരുടെ പോക്ക്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നവീൻ ബാബുവിനെ ആക്ഷേപിച്ച് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ സംസാരിച്ചതിന് യാതൊരു തെളിവും ഒരുപക്ഷെ കേരള അന്വേഷണ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയല്ല. അത് മാത്രമല്ല, നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തനോ അതുപോലെ ഇതിനെല്ലാം സാക്ഷിയായി നിന്നുകൊണ്ട് നിശബ്ദ സപ്പോർട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള ജില്ലാ കളക്ടർക്കോ ഒന്നും പ്രതിസ്ഥാനത്തേക്ക് വരാനോ അല്ലെങ്കിൽ അവരുടെ ചിത്രം നവീൻ ബാബുവിന്റെ മരണവുമായി ചേർത്ത് വായിക്കാനോ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള യാതൊരു തെളിവും ഇതുവരെ ഇല്ല. അതായത് കോടതിയിലേക്ക് സമർപ്പിക്കാനായി യാതൊന്നും തന്നെ ഇല്ല. മാധ്യമങ്ങൾ സംസാരിക്കുന്ന വാർത്തകളും പോലീസിന്റെ അന്വേഷണ വഴികളും ഒക്കെ വച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ മാത്രമാണ് നിലവിൽ പ്രചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഇഴഞ്ഞ തരത്തിലുള്ള ഒരു അന്വേഷണം പോയാൽ ഈ അന്വേഷണം കൊണ്ട് യാതൊന്നും എത്തില്ല. അതുപോലെ 3 മാസമാണ് ടെലിഫോണിക് എവിഡൻസ് സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അതിനു മുമ്പ് അതിനാവശ്യമായ എവിഡൻസ് കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള സംതൃപ്തിയും ഇല്ല എന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. അതിന് കാരണവുമുണ്ട്. കാരണം CPM നേതാവായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ പ്രതി. അത് മാത്രമല്ല, ആ CPM നേതാവിന്റെ ഒപ്പമല്ല, ഇരയ്ക്കൊപ്പമായി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് തങ്ങൾ എന്ന് സർക്കാരും അതുപോലെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറയുമ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഈ പ്രതിയെ പോയി സ്വീകരിച്ചതും ആനയിച്ചു കൊണ്ടുവന്നതും ഒക്കെ മാധ്യമലോകം കണ്ടതാണ്. അത് നവീൻ ബാബുവിന്റെ കുടുംബവും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആരെയാണ് ഈ പാർട്ടി സംരക്ഷിക്കുന്നത് എന്ന് അവർക്ക് നന്നായി അറിയാം.
കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഹർജി, തെളിവുകൾ കളക്ട് ചെയ്ത് വെക്കണമെന്ന ഹർജിയിൽ വരുന്ന 3-നാണ് വിധി പറയുന്നത്. അന്നറിയാം തെളിവുകൾ ശേഖരിച്ചു വെക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുമോ ഇല്ലയോ എന്ന്. നവീൻ ബാബുവിനെതിരെ ശക്തമായ തെളിവുകളുമായി PPTV എത്തിയത് പ്രശാന്തന്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രശാന്തിന്റെ പെട്രോൾ പമ്പും അതുപോലെ കളക്ടറുടെ ഇടപെടലും PPTVയുടെ ബന്ധവും എല്ലാം കൂട്ടിയിണക്കുന്നത് കൊണ്ട് ഇവരുടെ എല്ലാം ടെലിഫോൺ ബന്ധങ്ങൾ അല്ലെങ്കിൽ ടെലിഫോൺ വിവരങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടതുണ്ട്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയല്ല എന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സംരക്ഷിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്നാണ് കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞത്. എന്നിരുന്നാലും നാളെ CBI അന്വേഷണം വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും തെളിവ് അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വെക്കേണ്ടതുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വൈകിയെങ്കിലും ഇത്തരത്തിൽ കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒന്നും തെളിയില്ല എന്നും അതുപോലെ ഒരു കേന്ദ്ര ഏജൻസി ഇല്ലാതെ ഇത് തെളിയാൻ പോകുന്നില്ല എന്നും മനസ്സിലാകുമ്പോൾ കേരളത്തിൽ അവർ വിശ്വസിക്കുന്ന പാർട്ടി സംവിധാനത്തിൽ എത്രത്തോളം അവർക്ക് വിശ്വാസമുണ്ട് എന്നതാണ് ഇവിടെ പുറത്തു വരുന്നത്. ഒരു പാർട്ടി അണിക്ക് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ, സത്യസന്ധനായ കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥന് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ജീവനക്കാരുടെ ജീവനെടുക്കുന്ന ഒരു പരിസ്ഥിതിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകും എന്നാണ് കേരളത്തിലെ ആബാലവൃദ്ധം വരുന്ന സാധാരണക്കാരുടെ ആശങ്ക. ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ നെഞ്ചടിക്കുന്നത് PPTVക്കും CPM-നുമാണ്. അവർക്കറിയാം വളരെ ശക്തമായ വീഡിയോ തെളിവുകൾ അവിടെ ഉണ്ട്. ആ വീഡിയോ തെളിവുകൾ എടുത്തു വെക്കുമ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും 90% പ്രാഥമികമായി തന്നെ PPTV തെറ്റുകാരിയാണ് എന്ന് തെളിയുകയാണ്. അതായത് ആത്മഹത്യ ആണ്, നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് സമർത്ഥിക്കുമ്പോൾ ആ ആത്മഹത്യക്ക് കാരണം PPTVയുടെ അന്നത്തെ ആ ആക്ഷേപ പ്രസംഗമാണ് എന്ന് തെളിയുകയാണ്. യഥാർത്ഥത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ എന്നല്ല ഇവിടെ പ്രധാനമായും പരിശോധിക്കേണ്ടത്. ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം നവീൻ ബാബുവിന് ഇല്ലായിരുന്നു എന്നാണ് യാത്രയപ്പ് ചടങ്ങിന് ശേഷമുള്ള മറ്റ് സംഭവവികാസങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് നവീൻ ബാബു കൃത്യമായി അതിന് മറുപടി പറഞ്ഞിരുന്നുവെന്നും ആ മറുപടിയിൽ യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലായിരുന്നുവെന്നും, പക്ഷേ നവീൻ ബാബുവിന് കണ്ണൂരിലുള്ള മറ്റെന്തോ സ്ഥല ഇടപാടുകൾ, കളക്ടർ അടക്കം ഇടപെട്ടിട്ടുള്ള മറ്റു പല സ്ഥല ഇടപാടുകളിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ നവീൻ ബാബുവിന് അറിയാമായിരുന്നുവെന്നും അതല്ല അതിന്റെ രേഖകൾ തന്നെ നവീൻ ബാബുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം വിവരങ്ങൾ പുറത്തു വന്നാൽ നവീൻ ബാബു ജീവിച്ചിരുന്നാൽ അത് അപകടമാണ് എന്നതുകൊണ്ട് നവീൻ ബാബുവിനെ അപകടപ്പെടുത്തിയതാണ് എന്നുപോലും ആ വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ സന്ദർഭത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിലേക്ക് പോകുന്നത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതായാലും അദ്ദേഹം കൊല്ലപ്പെട്ടതായാലും എന്താണ് വസ്തുത എന്ന് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം. എന്താണ് അവസാനം ആ സിദ്ധാർത്ഥിനെ കൊന്ന പ്രതികൾക്ക് സംഭവിച്ചത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അതുപോലെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കണ്ട യദുവിന്റെ ഒരു കേസ് വലുത് ചെറുത് എന്നല്ല, അത്തരത്തിലൊരു സംഭവം നടന്നതായി യാതൊരു തെളിവുമില്ല എന്ന് കോടതിയിലേക്ക് റിപ്പോർട്ട് എത്തിയതാണ്. ആ നിലയ്ക്ക് നവീൻ ബാബുവിന്റെ മരണത്തിൽ PPTVക്കോ കളക്ടർക്കോ അല്ലെങ്കിൽ മറ്റാർക്കുമോ യാതൊരു പങ്കും ഉണ്ട് എന്ന് കണ്ടെത്താൻ യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാളെ ഒരുപക്ഷെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം സംശയിക്കുന്നതിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരാൻ വേണ്ടി, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസി വരണം. അത്തരത്തിൽ ഒരു അന്വേഷണം നടന്ന് കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമാണ് ഇവിടെ ഈ കേരളീയ സമൂഹത്തിന്, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഇവിടെ ന്യായവും നീതിയും നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്.